ഇനി നമുക്ക് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ബ്രെഡ് പുഡിംഗ് സാധാരണ രണ്ട് തരത്തിലുണ്ടാക്കും. ബേക്ക് ചെയ്തിട്ടുണ്ടാക്കും, സ്റ്റീമിൽ വേവിച്ചിട്ടുണ്ടാക്കും. നമ്മുടെ നാട്ടില് ഓവൻ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് സാധാരണ സ്റ്റീം ചെയ്തിട്ടാണ് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാറ്. രണ്ട് തരത്തിലുള്ള പുഡിങ്ങും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇന്ന് ഞാനിന്നിവിടെ ബേക്ക് ചെയ്തിട്ട് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ബ്രെഡിന്റെ ഓരോ സ്ലൈസുമേയും തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ബട്ടറും വേണം. പിന്നെ വേണ്ടത് മിൽക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ മുട്ട വേണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേറെ എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയും കൊണ്ട് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പുഡിംഗ് ബേക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ പഞ്ചസാരയും കൊണ്ട് കാരമൽ ഉണ്ടാക്കിയിട്ട് ആ പുഡിങ്ങിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്മഗിന്റെ പൗഡറും വേണം, സിനമൺ പൗഡറും വേണം. നട്ട്മഗിന്റെ പൗഡർ കുറച്ച് ചേർത്താൽ മതി, സിനമൺ പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 പിടി ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരി ഞാനിവിടെ ബ്രൂ കോഫിയിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള കോഫിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ബ്രൂവിന്റെ പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് 1 പിടി മുന്തിരി ആ കോഫിയിൽ ചേർക്കും. 1 മിനിറ്റ് ഇതാ കോഫിയിൽ ഇട്ടിട്ട് ഈ ഉണക്കമുന്തിരി ഒന്ന് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ കോഫിയിൽ തന്നെ ഇട്ടിട്ട് ഈ ഉണക്കമുന്തിരി ഒന്ന് സോക്ക് ചെയ്തെടുക്കും. ഉണക്കമുന്തിരി ഇതേപോലെയും ചേർക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചേർക്കാം. ഇനി നിങ്ങൾക്ക് റമ്മിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റമ്മിൽ ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ടും ഉണക്കമുന്തിരി ഇതേപോലെ സോക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബ്രെഡ് പുഡിംഗ് ആക്കാന്ന്. ഇനി ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇതുമ്പോൾ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ 6 ബ്രെഡിന്റെയും സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുമ്പോൾ നമുക്ക് ബട്ടർ തേച്ച്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്. ബട്ടർ തേക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം തേച്ചാൽ മതി. ബട്ടർ തേച്ചെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിനെ നമുക്ക് ഒരു 2 സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുക. ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പാല് ഒരു ഇളം ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണം മുട്ടയും പാലും കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഈ പഞ്ചസാര പെട്ടെന്ന് മുട്ടയിൽ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് പഞ്ചസാര നിങ്ങൾ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടൻസ് മിൽക്കും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ സിനമൺ പൗഡറിൽ നിന്ന് പകുതി സിനമൺ പൗഡർ ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് ബേക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ആ ബ്രെഡിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള നട്ട്മഗിൻ്റെ പൗഡർ ചേർക്കാം. ഇതും ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ജാതിക്കയുടെ കുരു പൊടിച്ചത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം. 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതും ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണ പാല് ഇപ്പോൾ ഒരു ഇളം ചൂടായിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേശ്ശെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം. നമുക്ക് നീക്കി വയ്ക്കാം. ഈ പുഡിങ് ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ബ്രെഡിൻ്റെ സ്ലൈസ് ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന പാത്രമാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഒരുപാട് വലിയ ട്രേയിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. ഇനി ഞാനിവിടെ ഉണക്കമുന്തിരി ആ സോക്കായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ കോഫിയുടെ വെള്ളം മാറ്റി കളഞ്ഞു. ഇനി അതിന് ഈ ഉണക്കമുന്തിരി എടുത്തിട്ട് ഇത് കുറേശ്ശെ ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട. ഓരോ സ്ലൈസിൻ്റെ ഉള്ളിലും ഒരു 3 എണ്ണം വെച്ചൊക്കെ ഇട്ടാൽ മതി. ഉണക്കമുന്തിരി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് പോകരുത്. ഇതിൻ്റെ വിടവിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം മുന്തിരി. ഇതിൻ്റെ മുകളിലേക്ക് ആ മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുക. ബ്രെഡിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ സൈഡിലെ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മൾ ബാക്കി എടുത്ത് വെച്ചത് ഈ ബ്രെഡ് ഈ മിൽക്കിൽ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ആവണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കാരമൽ ഉണ്ടാക്കാം. കാരമൽ ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കാരമൽ ഇരുന്നിട്ട് കട്ടയായി പോവും. കാരമൽ കട്ടയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ചേർക്കണം. പക്ഷെ നമുക്ക് ബട്ടർ ചേർക്കണ്ട. നമ്മൾ ഉണ്ടാക്കിയ വഴിക്ക് തന്നെ കാരമൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഇതിവിടെ ഇരുന്നിട്ട് സോക്ക് ആവട്ടെ. ഈ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇത് കാരമലാവണം. ചിലപ്പോൾ നമ്മൾ ഈ പഞ്ചസാര കാരമലാക്കുന്ന സമയത്ത് നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സ്പൂണുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര പിടിച്ചിരിക്കും. ഇതിങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇപ്പോൾ കാരമലാക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഈ കാരമല് ഈ ചൂടോടുകൂടി തന്നെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫാരനൈറ്റിൽ 40 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഒരു 35 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഇതിൽ നമ്മൾ ഒഴിച്ചേക്കണ മിൽക്കൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ കറക്റ്റായിട്ട് സെറ്റായിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഓവൻ ഓണാക്കി വഴിക്ക് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. അത് ആ ടെമ്പറേച്ചർ 340 ആവണം. എന്നിട്ട് മാത്രമേ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. എനിക്കിത് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്.